ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2024 ജൂൺ മാസം വരെ PSC നടത്തിയ പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2024. ഒന്നാമത്തെ ചോദ്യം: മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ സി മാൻഡാമസ് ആണ് കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നുമാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുള്ളത്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 32. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനായിട്ട് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 226 ആണ്. ഇന്ത്യൻ ഭരണഘടന 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉറപ്പ് നൽകുന്നത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി എന്നിങ്ങനെ 5 റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഇതിൽ ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം, ഈ വാക്കുകളെല്ലാം തന്നെ ലാറ്റിൻ പദങ്ങളാണ്. ഹേബിയസ് കോർപ്പസ് എന്ന പദത്തിന്റെ അർത്ഥം വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ്. മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം തടയുക എന്നും, കോ വാറന്റോ എന്നാൽ എന്തധികാരമെന്നും, സെർഷ്യോററി എന്ന പദത്തിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക എന്നുമാണ്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം വരുന്ന റിട്ട് മാൻഡമസ് ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇന്ത്യ എന്നാൽ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് നമ്മുടെ ഭരണഘടനയിലെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ശരിയായ ഉത്തരം മൂന്നാമത്തേതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി only 3 എന്നതാണ്. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധമായിരിക്കുക എന്ന് മൗലിക കടമകളിൽ പറഞ്ഞിട്ടില്ല. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ് എന്നല്ല. 6-നും 14 വയസ്സിനും ഇടയ്ക്കുള്ള പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ശരിയായിട്ടുള്ളത്. വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ് എന്നതും മൗലിക കടമകളിൽ പറഞ്ഞിട്ടില്ലാത്തതാണ്. അതായത് 3 പ്രസ്താവനകളും തെറ്റാണ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം തെറ്റാണ്. ഓൾ ഓഫ് ദി അബോവ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് എന്ന പ്രസ്താവന ശരിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ജവഹർലാൽ നെഹ്റു അല്ല, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. only 1 and 2. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു എന്ന പ്രസ്താവന ശരിയാണ്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന പ്രസ്താവനയും ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. 3 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ്.
ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. കാനഡയുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരിയേത്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം ശരിയാണ്. കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും കാനഡയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. only 1 and 2. കാനഡയുടെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും. നിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ചൂഷണത്തിനെതിരായുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നിലവിൽ മൗലിക അവകാശമല്ല. അപ്പൊ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നിലവിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒരു നിയമ അവകാശം മാത്രമാണ്. മുൻപ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിലായിരുന്നു സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട് എന്ന പ്രസ്താവന തികച്ചും തെറ്റാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. only 2 and 3. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെയാണ് കാണേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 13/2024. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണെന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21A. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ് എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകളെ കുറിച്ച് പറയുന്ന വകുപ്പ് ഭാഗം 4A ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 21 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 19/2024. ഒന്നാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തു മാറ്റിയത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു നിയമ അവകാശം മാത്രമാണ്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. സ്വത്തവകാശം നിലവിൽ 12ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 300A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 300A ഭാഗം 12 നിലവിൽ സ്വത്തവകാശമുള്ളത്.
1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എടുത്തുകളഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പരമാധികാരം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സ്ഥിതി സമത്വവും ഉൾപ്പെടുന്നതാണ്. റിപ്പബ്ലിക്കും ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടില്ലാത്ത അടിസ്ഥാന ലക്ഷ്യമാണ് മൗലിക അവകാശം. അടുത്ത ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി എന്ന പ്രസ്താവന തെറ്റാണ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും നിലവിലുണ്ട് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ആണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ D ആണ്, 1 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 20/2024. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ആദ്യത്തെ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയല്ല, അമേരിക്കൻ ഭരണഘടനയാണ്. അപ്പൊ ഒന്നാമത്തേത് തെറ്റാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എന്നത് തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട് എന്നത് തെറ്റാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്താണ് 8 പട്ടികകൾ ഉണ്ടായിരുന്നത്. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണ് ഉള്ളത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ പെടാത്തത് 1, 3, 4 ശരിയായ ഉത്തരം ഓപ്ഷൻ C ആണ്. 1, 3, 4. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടെ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? എവിടെയാണ്? ആമുഖത്തിലാണ്. ഇന്ത്യയുടെ ആമുഖം തുടങ്ങുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് ആരംഭിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും എന്ന് തുടങ്ങുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം. ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24 സ്വത്തവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 300A ആണ്. അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത് വകുപ്പ് 16. വിദ്യാഭ്യാസം മൗലിക അവകാശം ആർട്ടിക്കിൾ 21A ആണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 1C, 2A, 3D, 4B. ശരിയായ ഉത്തരം ഓപ്ഷൻ B ആണ്. ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസം മൗലിക അവകാശം 21A.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏകീകൃത സിവിൽ കോഡ് വകുപ്പ് 44 എന്നത് ശരിയാണ്. മൗലിക കടമകൾ വകുപ്പ് 51 എന്നതാണ് തെറ്റായിട്ടുള്ളത്. മൗലിക കടമകൾ ഏതാണ്? 51A ആണ്. ഹൈക്കോടതിയുടെ റിട്ടധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61 എന്നിവ ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകൾ വകുപ്പ് 51 അല്ല, 51A ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? തനത് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം അധികാരമുള്ള കാര്യങ്ങളാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ സുപ്രീം കോടതിയുടെ തനത് അധികാരമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടുന്നതാണ്. അപ്പീൽ അധികാരവും ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരവും സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് തനത് അധികാരത്തിൽ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് അപ്പീൽ അധികാരവും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവുമാണ്. ഓപ്ഷൻ സിയും ഡിയുമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ്. സി ആൻഡ് ഡി ആണ്. സുപ്രീം കോടതിക്ക് മാത്രം കേൾക്കാൻ അധികാരമുള്ള തർക്കങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം, അല്ലെങ്കിൽ കേന്ദ്രവും ഒരു സംസ്ഥാനവും ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളോ ഉള്ള തർക്കങ്ങൾ, സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവയൊക്കെ സുപ്രീം കോടതിക്ക് മാത്രം കേൾക്കാൻ അധികാരമുള്ള തർക്കങ്ങളാണ്. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. പൊതുജന ആരോഗ്യമാണ്. പൊതുജന ആരോഗ്യം സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ്. പൊതുജന ആരോഗ്യം സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലുപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭേദഗതി. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലുപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 91-ാം ഭേദഗതിയാണ്. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലുപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 91-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. പി കെ തുങ്കൻ കമ്മിറ്റി ഏതാണ് വർഷം? 1989 ആണ്. ബൽവന്ത് റായി കമ്മിറ്റി 1957 ആണ്. അശോക് മേത്ത കമ്മിറ്റി 1977 ആണ്. LM സിംഗ്വി കമ്മിറ്റി 1986 ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പി കെ തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്ത് റായി കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, LM സിംഗ്വി കമ്മിറ്റി 1986. നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. നാരി ശക്തി വന്ദൻ അധിനിയമം ബിൽ ലോകസഭ പാസാക്കിയത് 2023 സെപ്റ്റംബർ 20-നാണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? തനത് അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്ക് മാത്രം അധികാരമുള്ള കാര്യങ്ങളാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ സുപ്രീം കോടതിയുടെ തനത് അധികാരമാണ്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടുന്നതാണ്. അപ്പീൽ അധികാരവും ഉത്തരവുകൾ അല്ലെങ്കിൽ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരവും സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് തനത് അധികാരത്തിൽ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് അപ്പീൽ അധികാരവും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവുമാണ്. ഓപ്ഷൻ സിയും ഡിയുമാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ്. സി ആൻഡ് ഡി ആണ്. സുപ്രീം കോടതിക്ക് മാത്രം കേൾക്കാൻ അധികാരമുള്ള തർക്കങ്ങളാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം, അല്ലെങ്കിൽ കേന്ദ്രവും ഒരു സംസ്ഥാനവും ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റുകളോ ഉള്ള തർക്കങ്ങൾ, സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവയൊക്കെ സുപ്രീം കോടതിക്ക് മാത്രം കേൾക്കാൻ അധികാരമുള്ള തർക്കങ്ങളാണ്. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. പൊതുജന ആരോഗ്യമാണ്. പൊതുജന ആരോഗ്യം
സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ഒന്നാം വായനയാണ് ആദ്യം, പിന്നീട് രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന എന്നതാണ് ശരിയായ ക്രമം. ഒന്നാം വായന, രണ്ടാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന എന്നതാണ് ശരിയായ ക്രമം. ശരിയായ ഉത്തരം അപ്പോൾ ഓപ്ഷൻ എ ആണ്. ആദ്യം ഒന്നാം വായന, പിന്നീട് രണ്ടാം വായന, പിന്നീട് കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, മൂന്നാം വായന. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നത് ശരിയാണ്. പ്രൊഹിബിഷൻ നിലനിർത്തുക എന്നത് തെറ്റാണ്. പ്രൊഹിബിഷൻ എന്നാൽ തടയുക എന്നാണ് അർത്ഥമാക്കുന്നത്. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നത് ശരിയാണ്. കോവാറന്റോ എന്തധികാരത്തിൽ എന്നതും ശരിയാണ്. 1, 3, 4 ശരിയാണ്. എയും സിയും ഡിയും ശരിയാണ്. ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രൊഹിബിഷൻ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം തടയുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 22/2024 ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ 109 ആണ്. ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലാണ്. മായം ചേർക്കൽ എന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. തൊഴിലും കൺകറന്റ് ലിസ്റ്റിലാണ്. വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇവിടെ കൺകറന്റ് ലിസ്റ്റിലുള്ളത് 2ഉം 3ഉമാണ്. മായം ചേർക്കൽ, തൊഴിൽ എന്നിവയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തതാരാണ്? PK തുങ്കൻ കമ്മിറ്റിയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, സെർഷ്യോററി ഇത് 4ഉം തന്നെ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇന്ത്യയിലുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ്. 5 തരം റിട്ടുകളാണ്: ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, കോവാറന്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഇവ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 32ഉം ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന വകുപ്പ് ആർട്ടിക്കിൾ 226ഉമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, സെർഷ്യോററി ഇവയെല്ലാം തന്നെ ഹൈക്കോടതികൾക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവുകളാണ്. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? രാജ്യത്തിന്റെ പ്രതിരോധം എന്നത് തെറ്റാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ശരിയാണ്. ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്നത് തെറ്റാണ്. പരിസ്ഥിതി സംരക്ഷണം ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം ഇവ രണ്ടും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ശരിയായ ഉത്തരം 2ഉം 4ഉമാണ്. ഓപ്ഷൻ ഡി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 1978 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്
2019 ഓഗസ്റ്റ് 5-നാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടന അനുച്ഛേദം 243(i)യും 243(y)യുമാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം 243(i)യും 243(y)യുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 25/2024. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയായിരുന്നു ചോദിച്ചത്. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ശരിയായ പ്രസ്താവനയാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല എന്ന പ്രസ്താവനയും ശരിയാണ്. 1, 2, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ എന്ന പ്രസ്താവന ശരിയാണ്. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും, ഇന്ത്യക്കാർക്കും വിദേശികൾക്കും ലഭിക്കും എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും എന്ന പ്രസ്താവനയും ശരിയാണ്. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഈ വകുപ്പുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഈ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തത്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ട അധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അടുത്ത ചോദ്യം, ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുണ്ടായിരിക്കണം.
ഇത് ഉപരാഷ്ട്രപതിയുടെ യോഗ്യതകളാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം എന്നിവ ഉപരാഷ്ട്രപതിയുടെ യോഗ്യതകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? ബൽവന്ത് റായ് കമ്മീഷൻ 1957 എന്നത് ശരിയാണ്. പി.കെ. തുങ്കൻ കമ്മീഷൻ 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ഇതിൽ തെറ്റായിട്ടുള്ളത് പി.കെ. തുങ്കൻ കമ്മീഷൻ ആണ്. പി.കെ. തുങ്കൻ കമ്മീഷൻ 1990 അല്ല, 1989 ആണ്. അപ്പോൾ തെറ്റായ ജോഡിയാണ് ഓപ്ഷൻ സി ആണ് തെറ്റായ ജോഡി. ബൽവന്ത് റായ് കമ്മീഷൻ വർഷം 1957 തന്നെയാണ്. അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983 ആണ്. പി.കെ. തുങ്കൻ കമ്മീഷൻ 1989 ആണ്. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു എന്ന പ്രസ്താവന ശരിയാണ്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയത് 2019 എന്ന പ്രസ്താവനയും ശരിയാണ്. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. 1, 2, 3 ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് 2019 രാജതരംഗിണി എന്നത് കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം 73 74 ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടുന്നതാണ്. 10ാം പട്ടിക 73 74 ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തതാണ്. 11ാം പട്ടിക 73ാമത്തെ ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ടതും 12ാം പട്ടിക 74ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടതുമാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് 10ാം പട്ടികയാണ്. ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി, തെറ്റ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റി എന്നതും തെറ്റ്. GSTയുമായി ബന്ധപ്പെട്ട വകുപ്പ് എന്നതും തെറ്റ്. അപ്പൊ ഇവയൊന്നുമല്ല എന്നതാണ് ശരിയായ ഉത്തരം. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ വകുപ്പ് ഏതാണ്? 21A ആണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റിയത് 300A. GSTയുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് 279A. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 27/2024. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന പ്രസ്താവന തെറ്റാണ്. കോടതിയെ സമീപിക്കാവുന്നതാണ് എന്ന പ്രസ്താവനയും തെറ്റാണ്. വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പ്രസ്താവന ശരി. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകളാണ് 1ഉം 2ഉം. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 248. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറയുന്ന അനുച്ഛേദം 248 ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക.
സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരമുണ്ടായിരിക്കും എന്ന പ്രസ്താവന ശരിയാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആകുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ് എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും എന്ന പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയാണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 ശരി. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ട്രേഡ് യൂണിയനുകൾ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ട്രേഡ് യൂണിയനുകൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു എന്ന പ്രസ്താവന തെറ്റാണ്. 42ാം ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടത്. 52ാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്ന പ്രസ്താവന തെറ്റാണ്. 73ാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. 74ാമത് ഭേദഗതി നഗരപാലികാ ബിൽ നടപ്പിലാക്കി എന്ന പ്രസ്താവനയും ശരിയാണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 3, 4 ശരി. 73ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി. 74ാമത് ഭേദഗതി നഗരപാലികാ ബിൽ നടപ്പിലാക്കി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു എന്ന പ്രസ്താവന ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 എന്ന പ്രസ്താവനയും ശരിയാണ്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 7 അല്ല 9 ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. ആദ്യ സമ്മേളനത്തിൽ 207 പേര് പങ്കെടുത്തു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9 ആണ്. താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1988 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി എന്ന പ്രസ്താവന തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ മലയാളി വനിത എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി എന്ന പ്രസ്താവനയും ശരിയാണ്. അന്തരിച്ചത് 2023 നവംബർ 22 എന്ന പ്രസ്താവന തെറ്റാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1989 സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാകുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ്. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചത് 2023 നവംബർ 23 2023 നവംബർ 23 അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ എത്രയാണ്? 358 ആണ്. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ 358 ആണ്. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? എക്സാം നടന്ന സമയത്ത് മനോജ് സോണി ആണ്. എക്സാം നടന്ന സമയത്തല്ല, 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ മനോജ് സോണി ആയിരുന്നു. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. 2029 വരെയായിരുന്നു കാലാവധി. പക്ഷെ അടുത്തിടെ നടന്ന കുറെ വിവാദങ്ങൾ കാരണമാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. നിലവിൽ സ്ഥാനം വേക്കന്റ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എന്ന പ്രസ്താവനയും ശരിയാണ്.
ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19 ആണ്. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 38/2024. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. നിയമസഭയിലെ, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്നു എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിന് വിധേയമാണ്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവയ്ക്കെല്ലാം വിധേയമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 31A ബാധകമല്ല, 48A ശരിയാണ്, 51Aയും ശരിയാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ 48Aയും 51Aയുമാണ്. അടുത്ത ചോദ്യം, 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ആണ്. ആർട്ടിക്കിൾ 330A, 332A എന്നിവ ഉൾപ്പെടുത്തി എന്നത് ശരിയാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. 106ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239A ആണ്. ആർട്ടിക്കിൾ 330A, 332A എന്നിവ ഉൾപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/2024. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ് എന്ന പ്രസ്താവന ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന പ്രസ്താവനയും ശരിയാണ്. സ്വത്തവകാശം മൗലിക അവകാശമല്ല എന്ന പ്രസ്താവനയും ശരിയാണ്. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന പ്രസ്താവനയാണ് ഇവിടെ ശരി അല്ലാത്ത പ്രസ്താവന. ആർട്ടിക്കിൾ 51A എന്താണ്? മൗലിക കടമകളെ കുറിച്ച് പറയുന്ന വകുപ്പാണ്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമത്തെ കുറിച്ച് പറയുന്നു. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി ആണ് സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്? ഭരണഘടനയിലെ 106ാം ഭേദഗതി നിയമം 2023 പ്രകാരം. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്? ഭരണഘടന 106ാം ഭേദഗതി നിയമം 2023. ഇലക്ട്രൽ ബോണ്ട് കേസിന്റെ
വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി എന്ന പ്രസ്താവന ശരിയാണ്. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടന വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രൽ ബോണ്ട് സ്കാം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ശരിയായവ 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കേറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി വിധിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് എന്ന പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടന ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസ്താവന തെറ്റാണ്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട് എന്ന പ്രസ്താവനയും തെറ്റാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമാണ് ഉള്ളത്. ചേരുംപടി ചേർക്കുക. ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂൾ പഞ്ചായത്തുകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ഭരണഘടനയുടെ 12-ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ആർട്ടിക്കിൾ 243(a) ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 243(k) സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനയുടെ 11-ാം ഷെഡ്യൂൾ പഞ്ചായത്തുകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 12-ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 243(a) ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 243(k) സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത്? കേരള ലോകായുക്ത ഭേദഗതി ബിൽ 2022. ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്. മാൻഡമസ് റിട്ട് എന്നത് ഏതെങ്കിലും പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പേപ്പർ കോഡ് 47/2024. GST കുറിച്ച് പ്രതിപാദിക്കുന്നവയിൽ ഏതാണ് തെറ്റ്? GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനകാര്യമന്ത്രിമാരാണ് ഉൾപ്പെടാറുള്ളത്. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ എന്ന പ്രസ്താവന തെറ്റാണ്. ധനകാര്യമന്ത്രിയാണ് GST കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം,
1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, പൗരത്വം, അടിയന്തര വ്യവസ്ഥകൾ. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഉള്ളത് പൗരത്വമാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലിക അവകാശങ്ങളാണ്. ആർട്ടിക്കിൾ 15, 16, 19, 29, 30 എന്നിവ ആർട്ടിക്കിൾ 14 വിദേശികൾക്കും ലഭ്യമാകുന്ന മൗലിക അവകാശമാണ്. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് എപ്പോഴാണ്? 1971 ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത് 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. പോസ്റ്റുകളും ടെലിഗ്രാഫും യൂണിയൻ ലിസ്റ്റിലാണ്. പോലീസ്, പൊതുജനാരോഗ്യം, ശുചിത്വം എന്നിവ സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങളാണ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും എന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ് എന്ന പ്രസ്താവന ശരിയാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ എന്ന പ്രസ്താവനയും ശരിയാണ്. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 52/2024. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? അതിർത്തി നിർണയ കമ്മീഷനാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുന്നത്. അതിർത്തി നിർണയ കമ്മീഷനാണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിൽ ഏതൊക്കെയാണ് സംവരണ മണ്ഡലങ്ങൾ എന്ന് തീരുമാനിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണർ പദവിയാണ്. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ്. തന്നിരിക്കുന്നവയിൽ മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന അദ്ദേഹത്തിന്റെ കൃതിയിലാണ് അദ്ദേഹം ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ എന്നതിനെ കുറിച്ച് അവതരിപ്പിച്ചത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഇതിനെ ഹെയർ വ്യവസ്ഥ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മെഷീനറി ഓഫ് റെപ്രസെന്റേഷൻ എന്ന കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. ലോക്സഭ അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 20. അടുത്ത ചോദ്യം,
ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ്? അനുച്ഛേദം 243 പ്രകാരം ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243 പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 53/2024. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു എന്ന പ്രസ്താവന തെറ്റാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു എന്ന പ്രസ്താവനയും തെറ്റാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു എന്ന പ്രസ്താവനയും തെറ്റാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന. 4 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലിക അവകാശം അല്ലാത്തത്. സമത്വാവകാശം മൗലിക അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മൗലിക അവകാശമാണ്. സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങളും മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. സ്വത്തവകാശം മൗലിക അവകാശമല്ല. നിലവിൽ സ്വത്തവകാശം ഒരു നിയമ അവകാശം മാത്രമാണ്. 2002 86 ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നതാണ് 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി 1 മാത്രം എന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റിൽ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2024. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? 86 ഭേദഗതി 2002. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് 2002 86 ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സ്വത്തവകാശമാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്നിവ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യം ബ്രിട്ടൻ ആണ്. ഇന്ത്യ, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെല്ലാം എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്ര? 11 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 59/2024. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുൻപ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? 2ാം വായനയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം 2ാം വായനയാണ്.
ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ എന്ന പ്രസ്താവന ശരിയാണ്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാകും എന്ന പ്രസ്താവന തെറ്റാണ്. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന പ്രസ്താവനയും തെറ്റാണ്. പോലീസ് സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 1ഉം 2ഉം പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 1 മാത്രം. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമായിരിക്കും നിലനിൽക്കുക. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ യൂണിയൻ ലിസ്റ്റിനായിരിക്കും അധികാരം ഉണ്ടാവുക. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല എന്ന പ്രസ്താവന ശരിയാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് എന്ന പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന പ്രസ്താവനയും ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഇവയൊന്നുമല്ല എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 61/2024. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നത്. അതിലൊരു അവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44 ഭേദഗതിയിലൂടെ. 1978 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത്. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/2024. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. പ്രസ്താവന ശരിയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ശ്രീ നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. ഇവിടെ 3 ബിയും സിയും ശരിയായ പ്രസ്താവനകളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോകസഭ ഒരു സ്ഥിരം സഭയാണ് എന്ന പ്രസ്താവന തെറ്റാണ്. രാജ്യസഭയാണ് സ്ഥിരം സഭ. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ് എന്ന പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് എന്ന പ്രസ്താവന ശരിയാണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ് എന്ന പ്രസ്താവനയും തെറ്റാണ്.
1, 3, 4 തെറ്റായ പ്രസ്താവനകളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലോകസഭ ഒരു സ്ഥിരം സഭയല്ല, രാജ്യസഭയാണ് സ്ഥിരം സഭ. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ് എന്ന പ്രസ്താവനയും തെറ്റാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 നിയോജക മണ്ഡലങ്ങൾ ഉണ്ട് എന്ന പ്രസ്താവന ശരിയാണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ് എന്ന പ്രസ്താവനയും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നിരിക്കുന്നവയിൽ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ചേരുംപടി ചേർക്കുക. അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ജർമ്മനിയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ കാനഡയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടിയന്തരാവസ്ഥ ജർമ്മനി, ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്ക, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ അമേരിക്ക, അവശിഷ്ടാധികാരങ്ങൾ കാനഡ. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ സർക്കാരിയ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 71/2024. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 105 ഭേദഗതിയാണ്. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി 105 ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരൈൻ റൈസാദയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ പ്രേം ബിഹാരി നരൈൻ റൈസാദ. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 356 ആണ്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 356 ആണ്. ആർട്ടിക്കിൾ 356 രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 74/2024. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടം കൊണ്ടത്? റഷ്യയുടെ ഭരണഘടനയിൽ നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത്. റഷ്യൻ ഭരണഘടനയിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ആർട്ടിക്കിൾ 338B ആണ്. 102ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം 338B ആണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം അനുച്ഛേദം 21A ആണ്. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയമാണ്. ക്രമസമാധാനം സംസ്ഥാന ലിസ്റ്റിലാണ്. വിദ്യുത് ശക്തി, ജനസംഖ്യാ നിയന്ത്രണം എന്നിവ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയൊക്കെയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 78/2024. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു എന്ന പ്രസ്താവന ശരിയാണ്.
സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണെന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണെന്ന പ്രസ്താവനയും ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1, 3 പ്രസ്താവനകൾ മാത്രം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ശരിയാണ്. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നതും ശരിയാണ്. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്ന പ്രസ്താവനയും ശരിയാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും എന്ന പ്രസ്താവന ശരിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പ്രസ്താവനയും ശരിയാണ്. വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകാൻ സാധിക്കും എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക. മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു. ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോക്സഭാ അംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടരാൻ കഴിയൂ. ഈ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 3 തെറ്റാണ്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ് എന്ന പ്രസ്താവനയും ശരിയാണ്. പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും എന്ന പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ എ പ്രസ്താവന 3 തെറ്റാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക. ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ശരിയാണ്. 1/3 കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. ശരിയായ പ്രസ്താവന. 29 വിഷയങ്ങൾ ഉൾപ്പെടുത്തി 11ാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി എന്ന പ്രസ്താവനയും ശരിയാണ്. 3 പ്രസ്താവനകളും ഇവിടെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം. വനം, തൊഴിലാളി സംഘടനകൾ, വിദ്യാഭ്യാസം ഇവയെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ ആരാണ്? അറ്റോർണി ജനറലാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമ ഉപദേശകൻ.